കോർ കമ്മിറ്റി യോഗം ഇന്ന് ഹുബ്ബള്ളിയിൽ ചേരുകയാണ്. ഓസ്ട്രേലിയ വീഡിയോ വിവാദത്തിൽ വെട്ടിലായ പ്രജ്വൽ രേവണയ്ക്കെതിരെ നടപടി ചർച്ച ചെയ്തേക്കും. പ്രജ്വലിനെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളാണ് പാർട്ടി ആലോചിക്കുന്നത്. രാകേഷ് നൽകും വിവരങ്ങൾ. രാകേഷ്, ഗുഡ് മോർണിംഗ്. എന്താണ് അവസ്ഥ? എൽദോ, രണ്ട് ഘട്ടമായാണ് കർണാടകത്തിൽ വോട്ടെടുപ്പ്. മൂന്നാം ഘട്ട വോട്ടെടുപ്പ് മെയ് 7-ന് കർണാടകയിൽ നടക്കുമ്പോൾ അവിടെ NDA സഖ്യത്തെ BJPയും JDSും നേതൃത്വം നൽകുന്ന NDA സഖ്യത്തെ പ്രതിരോധത്തിലാക്കുന്നത് പ്രജ്വൽ രേവണ്ണയുടെ അശ്ലീല വീഡിയോ വിവാദമാണ്. കാരണം ഈ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതാണ് ഇപ്പോൾ ഏതായാലും വിവാദത്തിന് വഴിവെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ NDA BJP സഖ്യത്തെ വെട്ടിലാക്കിയിരിക്കുന്നത്. കാരണം പ്രജ്വൽ രേവണ്ണ നിലവിൽ ഹാസനിലെ സ്ഥാനാർത്ഥിയാണ്. ഹാസനിലെ വോട്ടെടുപ്പ് രണ്ടാം ഘട്ടത്തിൽ 26-ാം തീയതി അവസാനിച്ചിരുന്നു. അതിനു മുമ്പ് തന്നെ ഈ വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. അതായത് ഈ വീഡിയോ വീട്ടുജോലിക്കാരെ ഉൾപ്പെടെയുള്ളവരെ പ്രജ്വൽ രേവണ്ണ ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ച് മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയായിരുന്നു. ഏതാണ്ട് ഇത്തരത്തിൽ 2000-ലധികം വീഡിയോകൾ ഉണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അത്രമേൽ ഗൗരവമേറിയ വിഷയമാണ് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ഉയരുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദമായി കർണാടകയിൽ മാറിയിരിക്കുകയാണ്. ഇന്നലെ ബംഗളൂരുവിൽ മഹിളാ കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം അരങ്ങേറുകയും ചെയ്തിരുന്നു. പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ പ്രതിഷേധം ഉയരുകയും ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ വലിയ വിവാദം മുന്നണിയെ തന്നെ വെട്ടിലാക്കിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഏതായാലും JDSന്റെ കോർ കമ്മിറ്റി യോഗം ഇന്ന് 10 മണിക്ക് ചേരുന്നത്. സ്വാഭാവികമായും പാർട്ടിക്ക് 19 MLA-മാരാണുള്ളത്. ഈ 19 MLA-മാരും പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം എങ്കിൽ മാത്രമേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയുടെ മുഖം രക്ഷിക്കാനാകൂ എന്നാണ് MLA-മാരുടെ അഭിപ്രായം. കുമാരസ്വാമിയുടെ ജ്യേഷ്ഠന്റെ മകനാണ് പ്രജ്വൽ രേവണ്ണ. HD രേവണ്ണയുടെ മകനാണ് പ്രജ്വൽ രേവണ്ണ. അപ്പോൾ കുമാരസ്വാമിയും ഇന്നലെ പ്രജ്വലിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സസ്പെൻഷൻ അല്ലെങ്കിൽ പുറത്താക്കലടക്കമുള്ള നടപടികളാണ് പാർട്ടി തീരുമാനിക്കുന്നത്. 10 മണിക്ക് ഏതായാലും യോഗം ചേരുന്നത്. HD ദേവഗൌഡയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും ദേവഗൌഡ സ്വീകരിക്കുന്ന നിലപാട് ഈ വിഷയത്തിൽ നിർണായകമായിരിക്കും. മാത്രമല്ല BJPയും ഇത്തരത്തിൽ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നാണ് സൂചന. കാരണം വടക്കൻ കർണാടകത്തിലാണ് വോട്ടെടുപ്പ് നടക്കാനുള്ളത്. BJPക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ് വടക്കൻ കർണാടകം. അപ്പോൾ ഈ വിഷയം തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ചർച്ചയായി നിൽക്കുന്ന സാഹചര്യത്തിൽ നടപടി വേണമെന്ന നിലപാട് BJPക്കുമുണ്ട്. എൽദോ, രാകേഷ്, ഇപ്പോൾ HD രേവണ്ണ പറയുന്നത് അതൊരു ഗൂഢാലോചനയാണ്, 4-5 വർഷം പഴക്കമുണ്ട് ഉള്ള വീഡിയോ ആണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ HD രേവണ്ണയെ പോലുള്ള അത്രയും മുതിർന്ന ഒരാളുടെ ഒരു സാഹചര്യത്തിൽ ഈ പ്രജ്വലിനെതിരെ ഒരു നടപടി എടുക്കുക എന്നുള്ളത് അത് അത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു കർശന നിലപാടിലേക്ക് പോവുക എളുപ്പമായിരിക്കുമോ JDSന്? HD രേവണ്ണ ഏതായാലും പ്രജ്വലിനെ പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രതിരോധിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ വീഡിയോയ്ക്ക് പഴക്കമുണ്ട്, 4-5 വർഷം പഴക്കമുള്ള വീഡിയോ ആണ്. മാത്രവുമല്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് പുറത്തു വരുന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് HD രേവണ്ണയുടെ വാദം. അപ്പോൾ പക്ഷേ പാർട്ടി നിലപാട് തിരിച്ചാണ്. പ്രത്യേകിച്ച് പാർട്ടിയിൽ അധികാരം കുമാരസ്വാമിക്കൊപ്പം ആണ്. മാത്രവുമല്ല HD രേവണ്ണയും കുമാരസ്വാമിയും തമ്മിൽ അത്രമേൽ നല്ല ബന്ധമല്ല. മാത്രവുമല്ല ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഈ ഒരു വിഷയം വരുന്നത് പാർട്ടിക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല എന്നൊരു അഭിപ്രായം പാർട്ടി MLA-മാർക്കുണ്ട്, കുമാരസ്വാമിക്കുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നടപടിയെടുക്കാതെ മറ്റു മാർഗങ്ങൾ ഏതായാലും JDSനില്ല. പക്ഷേ HD ദേവഗൌഡ സ്വീകരിക്കുന്ന നിലപാട് ഈ വിഷയത്തിൽ ഏതായാലും നിർണായകമായിരിക്കും. 10 മണിക്കാണ് ഹുബ്ബള്ളിയിൽ യോഗം ചേരുന്നത്. ഉച്ചയോടുകൂടി തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. എൽദോ, ശരി. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. JDS കോർ കമ്മിറ്റി യോഗം ഇന്ന് ഹുബ്ബള്ളിയിൽ ചേരുകയാണ്. ഈ അശ്ലീല വീഡിയോ വിവാദം അത് കുറച്ച് ദിവസങ്ങളായി ഈ കർണാടകയിൽ അത് JDSനെ പ്രതിരോധത്തിലാക്കുന്നു. അപ്പോൾ അതിൽ ഒരു നിർണായകമായിട്ടുള്ള തീരുമാനമെടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. പ്രജ്വലിനെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെ നടപടികൾ പാർട്ടി ആലോചിക്കുന്നു എന്നാണ് രാകേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. നിക്ഷേപിച്ച